നമ്മളിവിടെ എടത്തൊടി തലച്ചിലോങ്കാവിൽ കുമ്പത്തിൽ വരുന്ന ശിവരാത്രി നാളിൽ ആണ് നമുക്ക് ഇവിടെ ഈ ക്ഷേത്രത്തിലെ ഉത്സവം, ഈ കാവിൻ്റെ ഉത്സവം നടത്തുന്നത് ശിവരാത്രി നാളിലാണ്. തറവാട്ട് കാരണവരുടെ നേതൃത്വത്തിൽ നമ്മൾ എല്ലാവരും, കുട്ടികളും സ്ത്രീകളും എല്ലാവരും കൂടിയിട്ട്, കാരണന്മാരും എല്ലാവരും കൂടിയിട്ടാണ് ഇവിടുത്തെ ഉത്സവം നമ്മൾ ഭംഗിയാക്കി നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ശിവരാത്രി നാളിൽ രാവിലെ തന്നെ തിരുമേനിയുടെ ആഭിമുഖ്യത്തിൽ പൂജ നടക്കും. അതിൽ ഗണപതി ഹോമമാണ് ആദ്യം നടത്തൽ. പിന്നെ തലച്ചിലോങ്കാവിൽ തലച്ചിലോൻ്റെ പൂജയും അതുപോലെ ദേവിയുടെ പൂജയും തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഉത്സവത്തിലേക്ക് കടക്കുന്നത്. ഉത്സവത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾക്ക് ഒരു കുളിച്ചു പുറപ്പാട് പരിപാടിയുണ്ട്. കുളിച്ചു പുറപ്പാട് നമ്മൾ താഴെ എടക്കണ്ടിയിൽ നിന്ന സ്ഥലത്ത് നിന്ന് കുളിച്ചു പുറപ്പെട്ട് കാവിലെത്തിയതിന് ശേഷം കാരണന്മാരെയും കൂട്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ മുത്തപ്പനെയും കൂട്ടി നമ്മൾ മേലെ കാവിലേക്ക് കയറുന്നതോടുകൂടി നമുക്ക് ഉത്സവത്തിൻ്റെ തുടക്കമായി. ഈ ഉത്സവത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഉത്സവം തുടങ്ങി നമ്മൾ വില്ലുകളെ കെട്ടലും പിന്നെ നമ്മൾ ചെണ്ട കൊട്ടി കാവുണർത്തലും പരിപാടി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു വൈകുന്നേരം 4 മണിയോടുകൂടി മേലെ കാവിലെ വെള്ളാട്ടിൻ്റെ തുടക്കമായി. വെള്ളാട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളാട്ട്, പിന്നെ താഴെ കാവിൽ വെള്ളാട്ട്, പിന്നെ മേലെ കാവിൽ തറയും കഴിഞ്ഞാൽ മേലെ കാവിലേക്ക് നമ്മൾ പിന്നെ കയറുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അതുവരെ പിന്നെ താഴെ കാവിലുള്ള മലങ്കാരി തറ, അതുപോലെ ഭഗവതി തറ, പിന്നെ സന്യാസി തറ, കുട്ടിച്ചാത്തൻ തറ, മുത്തപ്പൻ തറ, ഗുളിയൻ തറ, ഈ തറകൾ കഴിഞ്ഞ് അവസാനത്ത് വരുന്ന കുട്ടിച്ചാത്തൻ തറ നമ്മൾ കുടി കൂട്ടിയിട്ടാണ് നമ്മൾ ഈ തറ ഉത്സവം അവസാനിപ്പിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയാക്കി നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ എല്ലാ കാരണന്മാരും നമ്മളെ പരിസരവാസികളും നമ്മളോടൊപ്പം തന്നെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നത്. പിന്നെ മാത്രമല്ല, നമ്മൾക്ക് ഇതിൽ പ്രധാന ഒരു പങ്ക് വഹിക്കുന്നത് ഇവിടെ മലമുത്തന്മാരാണ്. അവരുടെ സാന്നിധ്യം നമുക്ക് നിർബന്ധമായിട്ട് ഇവിടെ ഉണ്ടാവേണ്ടതാണ്. അതായത് തറയോടടുപ്പിച്ച് നമ്മളെ കാവിൽ മേലെ കാവിൽ വെള്ളാട്ട് തുടങ്ങുന്നതോട് അടുപ്പിച്ചിട്ട് അവരിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിപ്പെടും. അവർ ഈ തറക്കാരെ കൂട്ടത്തിൽ തന്നെ അവരും അവരുടേതായ കളികൾ കളിച്ചുകൊണ്ടാണ് നമ്മൾ തറ വെള്ളാട്ട് കാര്യങ്ങൾ തുടങ്ങുന്നത്. അത് അവസാനം വരെ അവർ കുടുംബസമേതം വന്നിട്ട് നമ്മളോടൊപ്പം കൂടി പങ്കാളിയായിട്ട് ഞങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളും നമ്മളോടൊപ്പം തന്നെ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമുക്ക് ഇത് പൂർത്തീകരിച്ച് തരുന്നത്. എടത്തൊടി തലശിലോങ്കാവിന് ഏകദേശം 1000-ത്തിലധികം വർഷം പഴക്കമുണ്ട്. ഈ കാവ് 5 തലമുറയായിട്ട് പുരാതന കാലം മുതൽ ആഘോഷിച്ചു വരുന്ന അതിമഹത്തായ ഒരു ഉത്സവമാണിത്. ഞങ്ങളുടെ ഈ തറവാടിലെ ആളുകൾ, ബന്ധുക്കൾ, കുടുംബക്കാരെല്ലാം വിവിധ ദേശങ്ങളിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഈ ശിവരാത്രി നാളിൽ ഈ സ്ഥലത്ത് എത്തിപ്പെടുകയും ഞങ്ങളുടെ ഈ തിറ ഉത്സവം വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചു വരികയാണ്. തിറ ഉത്സവത്തിന് ശേഷം 7ാം നാൾ ഇവിടെ 7ാം പൂജയോടുകൂടിയാണ് ഈ ഉത്സവത്തിൻ്റെ സമാപ്തി. അതുവരെ എല്ലാവരും ഈ 2 ചടങ്ങുകളിലും സജീവമായി പങ്കെടുക്കുകയും എല്ലാവരുടെയും സാമ്പത്തിക സഹായവും ഞങ്ങൾക്ക് നിഷ്പക്ഷം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എല്ലാവരെയും അറിയിക്കുകയും ഇതിൽ പങ്കാളികളാവണമെന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. Kadodi Gold and Diamonds, Mavur, Puvattuparambur. Invest your sleep on right mattress. Forwish mattress for healthy sleep.